മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ആദ്യം ജാർഖണ്ഡിലേക്ക് പോകാം. ജാർഖണ്ഡിലെ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെട്ട 38 നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 7 മണി മുതൽ 5 മണി വരെയാണ് പോളിംഗ്. ഒടുവിൽ വിവരം അനുസരിച്ച് 12.27% അവിടെ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോളിംഗ് ശതമാനമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി സ്വാതി സന്തോഷുണ്ട്. സന്തോഷ്, ഇത് രണ്ടാം ഘട്ടം. സ്വാതി, ഇത് രണ്ടാം ഘട്ടമാണ്. കാരണം ഒരുപക്ഷെ പ്രശ്നബാധിത ബൂത്തുകളാണ് കൂടുതലും, മാവോയിസ്റ്റ് ഭീഷണിയൊക്കെയുള്ള ബൂത്തുകളായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം പോളിംഗ് ശതമാനം മന്ദഗതിയിൽ പുരോഗമിക്കുന്നത്. എങ്ങനെയാണ് അവിടുത്തെ വിവരങ്ങൾ ഇപ്പോൾ? അജിംഷാദ്, എന്തായാലും ജാർഖണ്ഡിലെ 38 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് ഈ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. രാവിലെ 7 മണി മുതൽ തന്നെ വോട്ടെടുപ്പ് എല്ലാ പോളിംഗ് ബൂത്തുകളിലേക്കും ആരംഭിച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ ഒരു മന്ദഗതിയിൽ തന്നെയാണ് പോളിംഗ് ശതമാനം പുരോഗമിക്കുന്നത് എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ 66% മൊത്തം പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത്. രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അത് എത്തരത്തിലാകുമെന്നുള്ളത് അടുത്ത മണിക്കൂറുകളിൽ മാത്രമേ വിലയിരുത്തപ്പെടാൻ കഴിയൂ എന്നുള്ളതാണ്. എന്തായാലും രാവിലെ മുതൽ പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. വലിയ തരത്തിലുള്ള പോരാട്ടമാണ് JMMന്റെ നേതൃത്വത്തിലുള്ളത്. ഭരണകക്ഷിയായ JMMന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ബ്ലോക്കും BJPയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യവും തമ്മിൽ വലിയ തരത്തിലുള്ള മത്സരം തന്നെയാണ് ജാർഖണ്ഡിൽ എന്തായാലും പുരോഗമിക്കുന്നത്. കഴിഞ്ഞ പ്രചരണ രംഗത്തൊക്കെ തന്നെയും BJP വർഗീയ വിദ്വേഷ പരാമർശങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രചരണ രംഗം കൊഴുപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഏറ്റവും കൂടുതൽ ഗോത്ര വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന മേഖലകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ മേഖലകളിൽ വലിയ ആത്മവിശ്വാസമാണ് JMMന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെ പോകുന്നു. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയും പ്രചരണ രംഗത്ത് സജീവമായ ഒരു ഘട്ടം കൂടിയായിരുന്നു. സോറിനോട് കാണിച്ച വൈര്യനിര്യാതന ബുദ്ധി BJPയുടേത്, അതൊക്കെ ഒരുപക്ഷെ പ്രതിഫലിച്ചേക്കാം. അദ്ദേഹത്തിന്റെ ഭാര്യ കൂടി രാഷ്ട്രീയത്തിൽ സജീവമാകുന്നു. അങ്ങനെയൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് വേദികൾ കൊണ്ട് സമ്പന്നമാണ് ജാർഖണ്ഡ്, അല്ലേ? തീർച്ചയായും അജിംഷാദ് സൂചിപ്പിച്ച പോലെ തന്നെ കൽപ്പന സോറൻ ഉൾപ്പെടെ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏകദേശം 400ഓളം റാലികളിൽ കൽപ്പന സോറൻ മാത്രം പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത്തരത്തിൽ വലിയൊരു പോരാട്ടം തന്നെയാണ് ജാർഖണ്ഡിനെ സംബന്ധിച്ച് നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ചെമ്പൈ സോറനെയൊക്കെ തന്നെയും BJP പാളയത്തിലേക്ക് കൊണ്ടുവന്നതിന് പിന്നാലെ ഇത് ഏത് തരത്തിലായിരിക്കും ബാധിക്കുക, ഇരു മുന്നണികളെയും ഏത് തരത്തിൽ ബാധിക്കും എന്നുള്ളതൊക്കെ തന്നെയും വോട്ടെണ്ണൽ ദിവസം നമുക്കറിയാൻ വേണ്ടി സാധിക്കും. എന്തായാലും വലിയ വിശ്വാസത്തോടെ JMMും ഇന്ത്യ സഖ്യവും മുന്നോട്ട് പോകുന്ന സാഹചര്യം തന്നെയാണ്. അതേസമയം BJPയും വലിയ ആത്മവിശ്വാസം മുന്നോട്ട് വെക്കുന്നുണ്ട് എങ്കിൽ പോലും വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ വലിയ തരത്തിൽ BJPക്ക് തിരിച്ചടിയാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അജിംഷാദ്. ശരി സ്വാതി, എന്തായാലും 12.27% ജാർഖണ്ഡിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന പോളിംഗ് ശതമാനം എന്നത്, അല്ലേ സ്വാതി? 12.27 തന്നെയല്ലേ ഇപ്പോഴും? അതെ, 9 മണിവരെയുള്ള കണക്കനുസരിച്ച് 12.9% തന്നെയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ഒരു മണിക്കൂറിനുള്ളിൽ തന്നെയും ഈ 11 മണിവരെയുള്ള പോളിംഗ് ശതമാനം വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അജിംഷാദ്. ശരി സ്വാതി.